ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽസ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ക്രിസ്മസ് വ്ളോഗാണ്. സത്യം പറയാൻ ഇങ്ങനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നതേ ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ന്യൂ ഇയർ കഴിഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ. കാരണം നമ്മൾ ഈ വീഡിയോ ഞാനിങ്ങനെ എടുത്ത വീഡിയോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് നമുക്കതൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തുകൂടാ. കാരണം ഒരുപാട് നാളായി വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ട്. അത് മാത്രമല്ല 2024 ഫസ്റ്റ് വീഡിയോ നമ്മുടെ ക്രിസ്മസ് വ്ളോഗ് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. കാരണം എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു മാസവും ഇഷ്ടമുള്ള ഒരു സെലിബ്രേഷൻ ഡേ ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നൊരു വീഡിയോ ആണിത്. അപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയിട്ട് നമ്മൾ ഫ്രണ്ട്സൊക്കെ ചേർന്ന് 2-3 ദിവസത്തെ ഓഫൊക്കെ എടുത്ത് നമ്മൾ ദുബായിക്കാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡിസംബർ 24-നാണ് ഇത് യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. രാവിലെ ഒരു 6:30-7 o'clock നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ 9 മണി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ അബുദാബി എത്തി. അവിടുന്ന് ബസ് സ്റ്റേഷൻ്റെ അടുത്തുനിന്ന് വളരെ കുറച്ച് മാത്രമാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നിടത്തോട്ട് പോകാനുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ചെന്ന് നമ്മൾ ലഗേജ് കാര്യങ്ങളൊക്കെ വെച്ച് അപ്പം തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത് തന്നെ ഒരു ബോട്ടിംഗ് സെക്ഷൻ ഉണ്ട്. നമ്മൾ അങ്ങോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ ചെന്ന് നമ്മൾ ബോട്ടിങ് കാര്യങ്ങളൊക്കെ നടത്തി. അത് കുറേ നേരം എടുത്തു. കുറേ നേരം നമ്മൾ അതുവഴിയൊക്കെ നടന്നു. കാരണം നല്ല വൈബാണല്ലോ അതുവഴിയൊക്കെ നടക്കാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ അങ്ങനെയൊക്കെ കുറേ നേരം നടന്നു. പിന്നെ നമ്മൾ ബോട്ടിങ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. നല്ല ചൂടാണ്. പക്ഷേ വെള്ളത്തിലായത് കാരണവും നമ്മുടെ മൂഡ് ഹാപ്പി മൂഡായത് കാരണവും നമുക്കതൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടേ ഉണ്ടായിരുന്നില്ല. സോ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ഒരു സ്ട്രീറ്റ് പർച്ചേസിങ് പോലൊരു സെക്ഷനുണ്ട്. സോ നമ്മൾ ഈ കന്യാകുമാരിയൊക്കെ പോകുന്ന പോലെ ഒരിതാണ്. ഒരുപാട് സാധനങ്ങൾ അവിടെ ഉണ്ട്. അത്ര ചീപ്പ് റേറ്റ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ അതൊക്കെ കുറേ കണ്ടു. പിന്നെ രാവിലെ നമ്മൾ ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന്. അപ്പോൾ ചായ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് കയറിയതാണ്. അപ്പോൾ ഇങ്ങനെ പാനിപ്പൂരി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ പക്കോട, ചായ അങ്ങനെയുള്ള സാധനങ്ങളായിരുന്നു നമ്മൾ ഓർഡർ ചെയ്തത്. പക്ഷേ ഫസ്റ്റ് ഞാൻ ട്രൈ ചെയ്തത് പാനിപ്പൂരിയാണ്. അത് തന്നെ ഫ്ലോപ്പായിരുന്നു. അതുകൊണ്ട് നമുക്ക് കാണുമ്പോൾ തോന്നുന്ന ആ ഒരു ടേസ്റ്റ് കാര്യങ്ങളൊന്നും എനിക്കത് ഒന്ന് ട്രൈ ചെയ്തപ്പോൾ കിട്ടില്ല. അതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞാൽ നമ്മളത് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് ജസ്റ്റ് അത് ഫില്ലിങ് ഓൾറെഡി ഇല്ല. അത് മാത്രമല്ല ഒഴിച്ചപ്പോൾ തന്നെ ഫുൾ ചോർന്ന് പോവുകയാണ്. അപ്പോൾ അങ്ങനെ അത് ജസ്റ്റ് നമ്മളൊന്ന് ട്രൈ ചെയ്തതിന് ശേഷം നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. കാരണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങിയതാണ്. പിന്നെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ബിരിയാണിയാണ് കേട്ടോ വാങ്ങിച്ചത്. ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള പ്രോൺസ്, ചിക്കന്, അതുപോലെ ഫിഷൊക്കെയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഞണ്ട് റോസ്റ്റ്, ഡക്ക് റോസ്റ്റൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ കഴിച്ചു. 3 അവക്കാഡോ ഷേക്കും ഒക്കെ ഓർഡർ ചെയ്ത് അതൊക്കെ കുടിച്ച് നമ്മൾ ഫില്ല് ചെയ്തിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ റൂമിലൊക്കെ പോയി ഫ്രഷായി നമ്മൾ നേരെ മെട്രോയിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. നമ്മളിനി പോകാൻ വേണ്ടിയിട്ട് പോകുന്നത് ദുബായ് മാളിലേക്കാണ് കേട്ടോ. സോ അങ്ങോട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ റൂമിൽ പോയിട്ടുള്ളതൊന്നും കാണിക്കാൻ പറ്റില്ല. കാരണം ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു 6:30-7 o'clock എന്തോ ആയിട്ടുണ്ട് നമ്മൾ മറ്റേ ദുബായ് മാളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് തന്നെ. അപ്പോൾ ഒരുപാട് പ്ലാൻസ് ഉണ്ട്. നമ്മൾ ചെന്ന് നമുക്ക് അധികം ദിവസം ഇല്ലല്ലോ. അപ്പോൾ കുറേ ദിവസത്തിൽ നമ്മൾ കുറേ കവർ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മളെല്ലായിടത്തും ചെന്നിട്ട് നമ്മൾ സംസാരിക്കുകയും അതുപോലെ ഫോട്ടോസും വീഡിയോസും എടുക്കുന്ന തിരക്കിലും കണ്ട് നടക്കുന്ന തിരക്കിലൊക്കെ നമുക്ക് സമയം പോകുന്നത് അറിയുന്നുണ്ടായിരുന്നേ ഇല്ല. സോ മെട്രോയിൽ നല്ല തിരക്കുണ്ടായിരുന്നു. കാരണം അറിയാമല്ലോ ന്യൂ ഇയർ ക്രിസ്മസ് ഒക്കെയാണ്. അപ്പം സ്വാഭാവികമായിട്ട് നല്ല തിരക്കുണ്ടായിരിക്കും. അപ്പോൾ ഒന്നാമത്തെ കാര്യം എനിക്ക് വീഡിയോ എടുക്കാൻ കുറച്ച് ഷൈ ആണ്. കാരണം ഞാൻ ജസ്റ്റ് ഒരുപാട് നാളായി നമ്മൾ വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ പുറത്ത് പോയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അത്ര കംഫർട്ടല്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ദുബായ് മാളിലെത്തി. സോ അവിടുത്തെ കുറേ നല്ല വാട്ടർഫോൾ അങ്ങനെയുള്ള അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് അവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ. അതുപോലെ എല്ലാ ഷോപ്പിലും ക്രിസ്മസിൻ്റെ ഒരു വൈബാണ്. എല്ലാം ക്രിസ്മസ് ട്രീയും കാര്യങ്ങളൊക്കെ ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെച്ചിരിക്കുന്നതാണ്. നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഇതൊക്കെ കുറേ കണ്ട് നടന്നു. നമ്മൾ അവിടെ നിന്ന് റീൽസ് കാര്യങ്ങളൊക്കെ എടുത്തു. അതൊക്കെ കണ്ടിങ്ങനെ നടക്കുകയാണ് കേട്ടോ. അതിനിടയ്ക്ക് നമ്മൾ എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. എനിക്കറിയത്തില്ല. 2-3 ദിവസം നോൺ സ്റ്റോപ്പായിട്ട് ചിരിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. കാരണം അത്രയ്ക്ക് ഹാപ്പിയായിരുന്നു. നമ്മളൊക്കെ എൻജോയ് ചെയ്ത് കുറച്ച് ദിവസത്തിൻ്റെ ജോലി കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് നമ്മൾ ഫുൾ എൻജോയ് ചെയ്ത കുറച്ച് ദിവസമായിരുന്നു. പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ അക്വേറിയത്തിലേക്കാണ് കേട്ടോ. അപ്പോൾ അക്വേറിയത്തിൻ്റെ ഇത് മേളിൽ നിന്നിട്ടുള്ള വ്യൂ ആണ്. അപ്പോൾ താഴേക്ക് വേണം നമുക്ക് ഇറങ്ങി ചെല്ലാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് മുന്നേ ഞാൻ മേളിൽ നിന്ന് ജസ്റ്റ് ഒരു വീഡിയോ എടുത്താണ്. പക്ഷേ നമുക്ക് താഴേക്ക് ഇറങ്ങാം കേട്ടോ. എന്നിട്ട് നമുക്ക് വളരെ ക്ലോസപ്പിൽ തന്നെ കാണിക്കാം. വളരെ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. കാരണം ഒരുപാട് വെറൈറ്റി ഫിഷസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ കുറേ നേരം ഇങ്ങനെ കണ്ട് കാഴ്ചകളൊക്കെ കണ്ട് കുറേ നേരം ഇങ്ങനെ നിന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ഒരുപാട് സ്റ്റാച്ചു കാര്യങ്ങളൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മുതല, അതുപോലെ ദിനോസിൻ്റെ സ്കെലിറ്റനൊക്കെ വെച്ചിട്ട് ഭയങ്കര ഒറിജിനാലിറ്റി ഫീലാണ് നമുക്കത് കാണുമ്പോഴേക്കും. സോ നമ്മൾ അതിൻ്റെയൊക്കെ ഫോട്ടോ എനിക്ക് തോന്നുന്നു ഞാൻ എടുത്തിട്ടുണ്ടെന്ന്. സോ അതും അങ്ങനെ ഓരോ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട് നടന്ന് നമ്മൾ ലാസ്റ്റ് പോകുന്നത് ബുർജ് ഖലീഫയാണ് കേട്ടോ. സോ അങ്ങോട്ട് പോകുന്ന സമയത്താണ് നമ്മൾ ഇതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ബലൂൺ വെച്ചിട്ട് ഇതുപോലെ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി വെച്ചു. സോ അവിടെ നമ്മളൊരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മൾ എത്തിയിട്ടുണ്ട്.
ഭയങ്കര ക്രൗഡഡാണ്, ഭയങ്കര ലൗഡായിട്ട് മ്യൂസിക്കൊക്കെ ഇട്ടിട്ട് നല്ല നല്ല ക്രിസ്മസ് ന്യൂ ഇയർ വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അവിടെ എത്തുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യും. സോ അത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ കുറേ നേരം നടന്ന് കണ്ട് വാട്ടർ ഡാൻസൊക്കെ കണ്ട് കുറേ നേരം നമ്മൾ അവിടെ തന്നെ ചില്ല് ചെയ്ത് കേട്ടോ. സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് ഇറങ്ങാൻ വേണ്ടി വാട്ടർ ഡാൻസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറേ നേരം അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് 11 o'clock മുന്നേ മെട്രോയിൽ എത്തണം. സോ അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെത്തിയിട്ട് നമുക്ക് തിരിച്ച് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തു നിന്നും നമുക്ക് അടുത്ത് തന്നെ നമ്മളൊരു ബോട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് നമുക്ക് ഒരു 9 o'clock മുന്നേ അവിടെ എത്തണം. അപ്പോൾ അങ്ങനെ എത്താൻ നമുക്ക് പറ്റിയില്ല. സോ അതുകൊണ്ട് തന്നെ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു ഡാൻസ് പാർട്ടി വിത്ത് നമുക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ അതിന് ടിക്കറ്റൊക്കെ കാര്യങ്ങളൊക്കെ എടുക്കേണ്ടത്. സോ അത് നടന്നില്ല, കാരണം നമുക്ക് കറക്റ്റ് സമയത്ത് എത്താൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്തുള്ളൊരു ഡാൻസ് പാർട്ടിയിലാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. സോ അതൊക്കെ കഴിഞ്ഞ് വന്നു. പിറ്റേ ദിവസം ക്രിസ്മസ് അല്ലേ, ഇപ്പോൾ രാത്രി ഒരു 2-3 മണി എന്തോ ആയിട്ടുണ്ട്. സോ അപ്പോഴാണ് നമ്മൾ ക്രിസ്മസിൻ്റെ കേക്ക് കട്ട് ചെയ്യുന്നത്. നമ്മൾ രാത്രി തന്നെ പോയി നമ്മുടെ 3 പേരുടെ പേരൊക്കെ എഴുതി നമ്മൾ കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സോ നമ്മളത് ഫ്രഷൊക്കെ ആയതിന് ശേഷം കട്ട് ചെയ്യാണ് കേട്ടോ. 2 മണി 3 മണി എന്തോ ആയിട്ടുണ്ട് നമ്മൾ കേക്ക് കട്ട് ചെയ്ത് കഴിക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ കിടന്നപ്പോൾ ലേറ്റായി. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും പിറ്റേ ദിവസം നമ്മൾ എഴുന്നേൽക്കാനും ലേറ്റ് ആകുമല്ലോ. അപ്പോൾ ഇന്ന് ക്രിസ്മസ് ആണ് കേട്ടോ, ഇന്ന് December 25 ആണ്. അപ്പോൾ നമ്മൾ ഒരു 11 o'clock ആണെന്ന് തോന്നുന്നു എഴുന്നേറ്റിട്ട് പിന്നെ നമ്മൾ ഫ്രഷായി നേരെ ലഞ്ചാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഇത് അച്ചായൻ സദ്യയാണ്. അപ്പോൾ ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം, കാരണം അപ്പം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സ്റ്റാർട്ടിങ്. സോ ചോറൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കപ്പ ബിരിയാണിയും അതുപോലെ തന്നെ പിടിയും കോഴിയൊക്കെ ആയിരുന്നു. സോ അതൊക്കെ കഴിച്ച് നമ്മൾ നമ്മുടെ യാത്ര വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് മിറാക്കിൾ ഗാർഡനിലാണ് കേട്ടോ. നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ബട്ടർഫ്ലൈ ഗാർഡനിൽ പോകണോ അതോ മിറാക്കിളിൽ പോകണോ എന്നുള്ളത്. ഫൈനലി നമ്മൾ മിറാക്കിൾ ഡിസൈഡ് ചെയ്തു, കാരണം കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ അതായിരിക്കും നമുക്ക് തോന്നി, കാരണം ഫ്ലവേഴ്സ് ആണല്ലോ. സോ നമ്മൾ അങ്ങോട്ടാണ് പോയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ എൻട്രൻസ് കേട്ടോ. സോ നമുക്ക് ഇവിടുന്ന് സൈഡിലൊരു കൗണ്ടറുണ്ട്, അവിടെ നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് ഉള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോഴുള്ള കാഴ്ച അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അത്ര മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. കാരണം അത്രത്തോളം ഫ്ലവേഴ്സാണ് അത് അവർ മാനേജ് ചെയ്തേക്കുന്ന രീതിയും അതിൻ്റെ ഷേപ്പ് കാര്യങ്ങളൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. സോ നമ്മൾ ഒരുപാട് അവിടെ നടന്ന് കാണാം. നമുക്ക് നടന്നാലും തീരില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ നമുക്ക് നടന്നാലും നമുക്കതൊരു ക്ഷീണമായിട്ട് തോന്നാറുമില്ല, കാരണം അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണല്ലോ അവിടെ കാണാൻ വേണ്ടിയിട്ട്. ഒരുപാട് ഇതൊക്കെ ലൈവ് പ്ലാന്റ്സ് ആണ്, അതുകൊണ്ട് നമുക്ക് കുറച്ചൊരു കൗതുകം കൂടുതലായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. ഫ്ലവേഴ്സ് ഇഷ്ടമില്ലാത്ത ആരാണല്ലേ. സോ നമ്മളൊക്കെ നടന്ന് കുറേ കണ്ടു. അതുപോലെ ഫോട്ടോ എടുക്കുന്നത് മെയിനാണ് നമുക്ക്, കാരണം ഫ്ലവേഴ്സ് ഒന്നാമത്തെ കാര്യം ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. പിന്നെ നമുക്കത് കാണാനുള്ള ഭംഗി കാരണം നമ്മൾ എടുക്കും. പിന്നെ നമുക്ക് രാത്രി ആയിട്ടുണ്ടായിരുന്നു ഇറങ്ങിയപ്പോൾ. പിന്നെ നമ്മൾ പോയത് ബീച്ചിലാണ് കേട്ടോ. ബീച്ചിൽ കുറച്ചുകൂടെ നേരത്തെ എത്തണം, അതുപോലെ നമുക്ക് അവിടെ വെച്ചിട്ട് പ്ലം കേക്ക് കട്ട് ചെയ്യണം എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷേ പോകുന്ന സ്ഥലത്തു നിന്ന് നമുക്ക് കേക്ക് കാര്യങ്ങൾ ഷോപ്പൊന്നും കണ്ടില്ല, വാങ്ങിക്കാൻ പറ്റിയില്ല. പിന്നെ ബീച്ചിലെത്തിയപ്പോൾ രാത്രി ആയിട്ടുണ്ട്. പക്ഷേ എനിക്ക് വളരെ നന്നായി തോന്നി. ബട്ട് നൈറ്റ് ബീച്ച് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അമേസിങ്. ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കമ്പയർ ടു ഡേയിൽ നമ്മൾ പോകുമ്പോൾ. എനിക്ക് ആ ഒരു വൈബ് എന്ന് പറയുന്നത് വളരെ സ്പെഷ്യലാണ്. എക്സ്പെഷ്യലി ഈ ഒരു ഈ ഒരു മാസത്തിലെ ക്ലൈമറ്റ് എന്നൊക്കെ പറയുന്നത് എനിക്ക് ഒരുപാട് സ്പെഷ്യലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ റൂമിൽ പോകുമ്പോഴാണ് കൂടുതലുള്ള രണ്ടെണ്ണത്തിന് വിശക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ റെസ്റ്റോറൻറ്റൊക്കെ തപ്പി കുറേ ഒരു ഹാഫ് അവർ കൂടുതൽ നടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫൈനലി ഒരു റെസ്റ്റോറൻറ്റിലെത്തി. അവർ ബിരിയാണിയാണ് പറഞ്ഞിട്ടുണ്ട്, സ്പെഷ്യൽ ബിരിയാണി ആയിരുന്നു. ഞാനൊരു ഫ്രൂട്ട് സലാഡ് പറഞ്ഞു. സോ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ റൂമിലെത്തി ഫ്രഷായി പ്ലം കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കട്ട് ചെയ്ത് നമ്മൾ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കുറേ നേരം കാര്യമൊക്കെ പറയുന്നത്, കാരണം പിറ്റേ ദിവസം നമ്മൾ തിരിച്ച് പോകാൻ കേട്ടോ. അപ്പോൾ അങ്ങനെ രാവിലെ നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ തിരിച്ച് പോവുകയാണ്. അപ്പോൾ പോകുന്നതിന് മുന്നേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് മസാല ദോശ എന്താണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ അടുത്തൊരു റെസ്റ്റോറൻറ്റിൽ കഴിച്ചിട്ടാണ് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നേരെ അബുദാബിക്ക് പോകാനായിട്ടോ. സോ ബാക്ക് ടു നമ്മൾ വർക്കിലേക്ക് പോവുകയാണ്. ഇന്നും കൂടെ ഓഫാണ്. സോ 27 തൊട്ട് നമുക്ക് ഡ്യൂട്ടിക്ക് പോകണം. സോ നമ്മൾ അബുദാബി എത്തി എനിക്കൊന്നൊരു 5 മണി 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 6:45 നമ്മൾ ലഞ്ച് കഴിക്കുന്നത്. അന്നത്തെ നമ്മൾ ചട്ടിച്ചോറ് അതുപോലെ ചട്ടിപ്പൊറോട്ടയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫിഷും ബീഫും ഒക്കെയാണ് കഴിച്ചത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ അന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത്. ലഞ്ച് പ്ലസ് ഡിന്നറാണ് കേട്ടോ, കാരണം വൈകി കഴിച്ചത് കാരണം ഇപ്പോൾ ഡിന്നറിന് ആവശ്യമില്ലല്ലോ. സോ നമ്മളെടുത്ത ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യലും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഒരു പ്രത്യേക വൈബായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടമായി നമ്മുടെ ഈ ഒരു എന്താ പറയുക ഒരു ട്രിപ്പ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ 3 പേരും മാത്രം ഒരുപാട് സംസാരിച്ച് ചില്ല് ചെയ്ത് നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്തു. ഇതായിരുന്നു കേട്ടോ എൻ്റെ ക്രിസ്മസ്.